ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൈ വെളിച്ചെണ്ണയ്ക്ക് തട്ടി പുള്ളി തൊലിയൊക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ് അത് കെട്ടി വെച്ചേക്കുന്നത്. ഇന്ന് നമ്മളെ വീഡിയോ ഒരു യാൺ ഹോളാണ്. നമ്മൾ അടുത്തൊന്നും യാൺസ് ഒന്നും കിട്ടുന്ന കടയില്ലാത്തതുകൊണ്ട് നമ്മൾ വിജയവാഡയിൽ പോയിട്ടാണ് യാൺസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നിറ്റ് വിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ യാൺസ് ആണ് അവിടെ അധികം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബൾക്കി ബ്ലാങ്കറ്റ് ഞാൻ വാങ്ങിക്കാനല്ല പോയത്. സാധാരണ ടൈപ്പ് അക്രിലിക്കാണ് വാങ്ങിക്കാനാണ് ഞാൻ പോയത്. പക്ഷേ ഇവിടെ ഇത് കണ്ടപ്പോഴത്തേനും ഞാൻ മറ്റേ സിനിമയിലെ ബിന്ദു പണിക്കറിൻ്റെ അവസ്ഥയായി പോയി. പിന്നെ എൻ്റെ അടുത്ത് ഹസ്ബൻഡും പറഞ്ഞു, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളതൊക്കെ എടുത്തോ പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചധികം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കോസി അക്രിലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാണ് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഇതുപോലെ സേഫ്റ്റി ഐസ്, പിന്നെ വയറ്, ഫ്ലവറൊക്കെ ഉണ്ടാക്കാനുള്ള, പിന്നെ എല്ലാ കളറും രണ്ടെണ്ണം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണ നമ്മൾ ചെയ്യുമ്പോഴത്തേനും കളർ കഴിഞ്ഞു പോകും. പിന്നെ ഈ രണ്ട് ഗ്രീൻ കളറും ബാക്കിയുള്ളതെല്ലാം മിൽക്ക് കോട്ടനെയാണ് ഈ സെയിം ബ്രാൻഡിൻ്റെ. പക്ഷെ അടിപൊളി ക്വാളിറ്റി ആട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ഡ്രസ്സും ടോയ്സൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊക്കെ പേപ്പർ ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലുമൊക്കെ ബൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്കും വൈറ്റും കളറിലെടുത്തു. പിന്നെ റിങ്സ്, കീ ചെയിൻ ഉണ്ടാക്കാനുള്ള കീ ചെയിൻ റിങ്, പിന്നെ സ്റ്റിച്ച് മാർക്കർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ അത് വാങ്ങിച്ചു. പിന്നെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ആണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു അത്. ഫസ്റ്റ് ചെയ്തത് ഇതായിരുന്നേ. പിന്നെ ഇതുപോലെ ഒരു ഹെയർ ടൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൺഫ്ലവറിൻ്റെ. അടിപൊളിയായിരുന്നു, കാണാൻ ഭയങ്കര ഫിനിഷിംഗ് ആണ് അതുകൊണ്ട് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ കാണിച്ചില്ലേ ബ്ലാങ്കറ്റ് യാൺ പോലത്തെ, അത് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ബാഗ്. പിന്നെ നമ്മൾ കാണിച്ച ആ കോസി അക്രിലിക്കാണ് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു താറാക്കുട്ടൻ. അപ്പോൾ പിന്നെ എപ്പോഴത്തെ പോലെ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട.